കമ്പനികളുടെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തന ഫലം അത് റിപ്പോർട്ട് വരുമ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷെയറിനുള്ള ഡിമാൻഡ് കൂടും. അപ്പോൾ നമ്മളുടെ പ്രൈസ് നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസിലേക്ക് ഷെയറിൻ്റെ പ്രൈസ് പോകും. ഇത് നമുക്ക് നല്ലൊരു വാല്യൂ അപ്രിസിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് പലരും ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് 10 രൂപയ്ക്ക് മേടിച്ച ചില ഷെയറുകളുണ്ടാവും ആൾക്കാർ. അത് മാർക്കറ്റിൽ ഈ കമ്പനി ലിസ്റ്റ് ചെയ്തു, അത് നല്ല നല്ല ഫലങ്ങൾ വന്നു, ഡിമാൻഡ് വന്നു, കൂടുതൽ പ്രൈസിലേക്ക് കയറിപ്പോവുകയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ നമ്മൾ പലരും പറയും റിലയൻസ്, TCS അല്ലെങ്കിൽ SBI ഇതുപോലെയുള്ള കമ്പനികൾ നല്ല പ്രവർത്തന ഫലം ആണ്, അവരുടെ ഷെയർ പ്രൈസ് നല്ല ഡിമാൻഡിലാണ്, ഇപ്പോൾ 2000 രൂപ 3000 രൂപ റേഞ്ചിലേക്കാണ് ഇവരുടെ ഷെയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതം കൊണ്ട് എത്തിപ്പെട്ടതല്ല. പണ്ട് ചെറിയൊരു തുകയിലാണ് ഇവരും ലിസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ പതുക്കെ നമ്മൾ ഇതുപോലെയുള്ള കമ്പനികളുടെ ഇത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല കമ്പനികളുടെ ഷെയർസ് കുറേശ്ശെ വാങ്ങി നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക. ഇത് പിന്നീട് പ്രൈസ് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ബെനിഫിറ്റായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്നതും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.